ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് ആരംഭിച്ചു. 20,000-ത്തിലധികം ഭക്തരാണ് ആദ്യ ദിനത്തിലെ പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ 2 നേരങ്ങളിലായി 1,00,000-ത്തോളം കുടുംബങ്ങൾക്ക് ഉത്സവ പകർച്ചയും നൽകി. ഉത്സവത്തിന്റെ 2ാം വിളക്ക് മുതലാണ് പ്രസാദ ഊട്ട് ആരംഭിക്കുന്നത്. തെക്കനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 1,200 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. രാവിലെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ ഇലയിട്ട് പാളപാത്രത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിഭവങ്ങൾ വിളമ്പിയതോടെ പ്രസാദ ഊട്ട് ആരംഭിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥ്, മനോജ് B നായർ, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 2 മണിക്ക് വരി അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും തിരക്ക് കണക്കിലെടുത്ത് 3 മണിവരെ പ്രസാദ ഊട്ട് നൽകി. 18 പന്തികളിലായി 21,600 പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കാളികളായത്. ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസാദ ഊട്ട് രാവിലെ 9 മണിക്ക് തന്നെ പ്രസാദ ഊട്ടിൻ്റെ തുടക്കം ആരംഭിച്ചു. ഏകദേശം 1,200 പേര് ഓരോ ട്രിപ്പിലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായിട്ട് ഇന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇനി 9 നാൾ ഈ പരിപാടികൾ ഇവിടെ നന്നായി നടത്താൻ കഴിയും. അതിന് നല്ല സഹകരണമാണ് ഇവിടെ എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. രാവിലെ കഞ്ഞി, മുതിര, പുഴുക്ക്, പപ്പടം എന്നിവയും ഉച്ചയ്ക്ക് ചോറ്, കാളൻ, ഓലൻ, ഉപ്പിലിട്ടത്, പപ്പടം എന്നിവയുമാണ് വിഭവങ്ങൾ. ആറാട്ട് ദിവസമായ 9 വരെ പ്രസാദ ഊട്ട് തുടരും.